സാത്താൻ ജോസഫിന്റെ ചമ്മന്തിയും കുർവാസനം കുഞ്ഞമ്മയുടെ മക്കളോയിലും. പ്രായമായവർക്കറിയാം, പണ്ടൊരു ശ്രദ്ധേയമായ പരസ്യമുണ്ടായിരുന്നു. സകല മാറാവ്യാധികൾക്കും സമീപിക്കുക കാളൻ നെല്ലായി. അതുപോലെ സർട്ടിഫൈഡ് മുണ്ണകളുടെ ഇടയിൽ ഒരു ചൊല്ലാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന മറ്റൊരു ചൊല്ലുണ്ട്. മുണ്ണകൾക്ക് ദുരിതം വന്നാൽ കുർവാസനം ജോസഫും അവൻ്റെ പൈശാചി കുഞ്ഞമ്മയും. സൂത്രം സൂത്രം. കാളൻ നെല്ലായി പാരമ്പര്യ വൈദ്യനായിരുന്നുവെങ്കിൽ ജോസഫ് കടപ്പുറത്തൂടെ കാവറുക്കി നടന്ന ഒരുവനായിരുന്നു. ഉപജീവനത്തിന് വേണ്ടി ഈ വേഷം കെട്ടിയവനാണ്. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നുവല്ലോ, നമ്മുടെ നാട്ടിൽ രണ്ടു തരം മുണ്ണകളുണ്ടെന്ന്. വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ മുണ്ണകളും വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത വെറും മുണ്ണകളും. ഒരു ടീച്ചറും ഗൈനക്കോളജിസ്റ്റും എന്നൊക്കെ പറഞ്ഞു വന്നു നിന്ന് പൈശാചിക കുർവാസനത്തിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നത് കേൾക്കുക. ഇവരൊക്കെ എവിടുത്തെ ടീച്ചറും ഡോക്ടർമാരുമാണോ? എൻ്റെ ദൈവമേ, സാക്ഷര കേരളത്തിൻ്റെ അവസ്ഥ ഈ നാണംകെട്ട സർക്കാർ ഒന്ന് കാണുക. ഇതാണ് 100% ചാചരത നേടിയ സുന്ദര കേരളം. ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ഇവർ ചികിത്സിക്കുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും? കുട്ടികളില്ല എന്ന് പറഞ്ഞു വരുന്നവരോട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജോസഫിൻ്റെ കുർവാസനതുല്യം അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് ജോസഫിനെയും അവൻ്റെ പൈശാചിക കുഞ്ഞമ്മയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നാൽ കുട്ടികളുണ്ടാകുമെന്നിവർ പറയില്ലേ? യാതൊരു സംശയവും വേണ്ട. കുർവാസന ബാധയേറ്റ ഇവർ അതും പറയും, അതിലപ്പുറവും പറയും. അതുപോലെ കുർവാസന പത്രം നിക്കറിനകത്ത് ചുരുട്ടി വെച്ച് കൊണ്ടുപോയി IAS പരീക്ഷ എഴുതി ആദ്യ റാങ്കുകളിൽ വന്നെന്ന് സാക്ഷ്യം. ഇവൻ നിക്കറിൽ കുർവാസനം പത്രവും മടക്കി വെച്ച് കളക്ടർ കസേരയിൽ ഇരിക്കുന്നത് ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കി. കുർവാസനം കുഞ്ഞമ്മയോട് ചോദിച്ചിട്ടേ അവൻ ഓരോ ഫയലിലും ഒപ്പിടും. എന്തായാലും ജോസഫിൻ്റെ മക്കളോയിലിന് പ്രിയമേറുകയാണ്. വാങ്ങി തൂക്കുവാൻ വലിയ ഉപ്പുമാങ്ങ ഭരണിയുമായി മുണ്ണകൾ വണ്ടി വിളിച്ച് കുർവാസനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങളുടെ ഒരു സാമ്പിൾ കാണാം. ഈ സാക്ഷ്യങ്ങൾ കണ്ടാണ് ജോസഫിൻ്റെ പൈശാചിക കേന്ദ്രത്തിലേക്ക് ജോസഫിൻ്റെ കുർവാസന കുഞ്ഞമ്മയുടെ ആ അനുഗ്രഹം തേടി സർട്ടിഫൈഡ് മുണ്ണ കുഞ്ഞുങ്ങൾ വണ്ടിയും വള്ളവും പിടിച്ച് പാഞ്ഞു വരുന്നത്. രൂപതയിലെ കറ്റാനയുടെ വകയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ എന്റെ കൊച്ചുമോള് പോലും തലവേദന വന്നാൽ അല്ലെ കാലുവേദന എന്ത് വേദന വന്നാലും ഉടനെ ഉടമ്പടി തൈലം എടുക്കുക, ഉടമ്പടി തൈലം പുരട്ടുക. വിക്സോ മറ്റ് തൈലമോ ഇപ്പൊ ഉപയോഗിക്കുകയില്ല. കാര്യം തലവേദന വന്നാൽ, ഞാൻ തലവേദന എന്ന് പറഞ്ഞാലും കൊച്ചു ഉടനെ ഓടിക്കൊണ്ടുവന്ന് ഉടമ്പടി തൈലം തേച്ചു തരും. അത്ര പരിശുദ്ധ അമ്മയിൽ ആഴമായ വിശ്വാസത്തിലാണ്. അതേപോലെ തന്നെ എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ കുട്ടികൾക്കും കൃപാസനം കൊടുക്കുന്നുണ്ടായിരുന്നു. മാസം 100 പത്രം വീതം ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദു സഹോദരങ്ങളായ പലരെയും ഓരോ മാസവും ഞാനിവിടെ കൊണ്ടുവരുമായിരുന്നു. അതിൽ ഒരു ആളെ ബസ്സിൽ വെച്ചാണ് കണ്ടുകൊടുത്തത്. ഞാൻ പഠിപ്പിച്ചു പോയ ഇപ്പോൾ 10-25 വയസ്സായി. അപ്പൊ അവന്റെ അമ്മ പറയുകയാണ്, ടീച്ചറെ അവനെ മാനസികമായിട്ട് ഒരുപാട് തകർന്ന, കുടുംബത്തിലൊത്തിരി പ്രശ്നമുണ്ട്, അവനിപ്പോൾ ആത്മഹത്യയുടെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ കൃപാസനം പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവര് പറഞ്ഞു, ടീച്ചറെ ഇന്നലെ ഒരു മന്ത്രവാദിയെ കാണാൻ പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഇപ്പൊ 15,000 രൂപ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് പൂജയ്ക്ക് വേണ്ടി. അവിടെ ഞാൻ പറഞ്ഞു ഇത് രണ്ടുകൂടെ പറ്റുകയില്ല, ഞങ്ങൾ ഏതായാലും പൂജയ്ക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കും മന്ത്രവാദി പറഞ്ഞു, ഒരു മന്ത്രവും കൊണ്ട് ഒരു രക്ഷയില്ല, ഞങ്ങളുടെ മോനെ ആത്മഹത്യാ പ്രേരണയിലാണ്, ഇനി ഒരു മന്ത്രത്തിനും രക്ഷയില്ല, അതുകൊണ്ട് പൂജയൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നും. അന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ മന്ത്രവാദി പറഞ്ഞു ഇനി ഒന്നും രക്ഷയില്ല എന്ന്. ഞാൻ പറഞ്ഞു കൃപാസനം പത്രം എടുക്കേ. ആ പത്രം എടുത്തിട്ട് വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കൃപാസനം പത്രത്തിന്റെ ഒരല്പം ഭാഗമെങ്കിലും അവന് ഞങ്ങൾ വെള്ളത്തിനകത്തോ കഞ്ഞിയിലോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവര് പറയുകയാണ്, പൂച്ച കടിച്ചു കീറുന്ന പോലെ ഞാൻ ആ കൃപാസനം പത്രത്തിന്റെ വലിച്ചു പറിച്ച് അവന് തേങ്ങ ചമ്മന്തി അരച്ചു രാവിലെ കഞ്ഞി കൊടുത്ത് ഇച്ചിരി കുടിച്ചിട്ടാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇവർക്ക് ആകെ സങ്കടമായി, എങ്ങനെയായാലും ചമ്മന്തി അവന് വയറ്റിൽ ചെല്ലണം. കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മയെ വിശക്കുന്ന കപ്പ വിഴുങ്ങാൻ. ഇവരത് ഭയങ്കര സന്തോഷത്തോടെ കപ്പ വിഴുങ്ങിയിട്ട് മോനെ നല്ല ചമ്മന്തിയാ കൂട്ടി തിന്നോന്ന് പറഞ്ഞു. അവനാ ചമ്മന്തി മുഴുവൻ അകത്താക്കി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വളരെ ശാന്തനായി, ഒരു കുഴപ്പവുമില്ലാതെ അവൻ വളരെ ശാന്തനായി. ഒരു പ്രശ്നമില്ല ടീച്ചറെ, എന്റെ മോൻ പഴയ അവസ്ഥയിൽ ടീച്ചർ അന്ന് കണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. വളരെ ശാന്തനായി. അതുകൊണ്ട് ഇപ്പോഴും ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ മംഗലാപുരത്ത് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത്. എന്റെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞാനോട് നിൽക്കുന്നത്. 2023 കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരിയിലാണ് എന്റെ വിവാഹം കഴിയുന്നത്. എന്റെ ഹസ്ബൻഡ് ജനറൽ മെഡിസിൻ അവിടെ ഡോക്ടറായി വർക്ക് ചെയ്തതിനാൽ ഞാൻ അവിടെ മംഗലാപുരത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയി.
വിവാഹശേഷം 6 മാസത്തിന് ശേഷം ഞാൻ കൺസീവ് ആയത് കറക്റ്റ് അത് തന്നെയാണ് ഒരു അത്ഭുതം. കാരണം അത് കൺസീവ് ആയത് അറിഞ്ഞത് സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു, മാതാവിന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ. കാരണം 2018 മുതലേ തന്നെ എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ഓൾറെഡി കുറെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു. അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും നെറ്റിയിലും എൻ്റെ ഉദരത്തിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രതീക്ഷീന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും എത്തിച്ചായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തേനും ഉപ്പും സേവിച്ച് ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് കൺസീവ് ആയത്. അതുകൊണ്ട് തന്നെ മാതാവിന്റെ ഗിഫ്റ്റ് ആണ്. മാതാവിന്റെ അത് ഞാൻ തുടർന്ന് പോവുകയും ചെയ്തു. ഞങ്ങൾ ഉടമ്പടിയിൽ 2ാമത്തെ നിയോഗമായിട്ട് മോഹൻ്റെ കാര്യം എഴുതിയിരുന്നു. ഈ കഴിഞ്ഞ വർഷം 5th അറ്റംപ്റ്റ് ചെയ്തു. 5th അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് പ്രിലിമിനറി മുതൽ എല്ലാ പരീക്ഷയിലും മുൻപത്തേക്കാലം ബുദ്ധിമുട്ടായിരുന്നെന്നാണ് മകൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ പരിശുദ്ധമ്മയുടെ രൂപത്തിന് മുൻപിൽ ഞങ്ങളുടെ ഉടമ്പടി പത്രവും വെച്ച് അവൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി വെച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി കാശുരൂപം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിലും ഞങ്ങൾ 2 പേരും പങ്കെടുത്ത് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അഭിഷേകവും ചിലപ്പോൾ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴവില്ല് കാണാനൊക്കെ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു ഇത് ദൈവം തരുന്നു എന്നുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി മോൻ്റെ റിസൾട്ട് വന്നു. അവൻ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച സർവീസ് തന്നെയായ IAS കിട്ടി. അത് ഓൾ ഇന്ത്യയിൽ 33-ാം റാങ്കും കേരളത്തിലെ ടോപ്പറുമായിട്ടുള്ള ദൈവം അനുഗ്രഹിച്ചു. കുർവാസനം പത്രം ഒരു കെട്ട് അരച്ച് ഈ ജോസഫിനെ പിടിച്ചു കടത്തി ഇവൻ്റെ അണ്ണാക്കിൽ കുറച്ച് ഉരുട്ടിക്കൊടുക്കുവാൻ അഭിഷേകമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്കർമ്മം. ഇവൻ്റെ വട്ടുമാറിയെങ്കിലോ നാട് നിന്നാവൂലേ? ജോസഫേ, നീ നാട്ടുകാരെ കള്ളസാക്ഷ്യം അരച്ച് തീറ്റിക്കാതെ നിന്റെ കുഞ്ഞമ്മയെയോ കുടുംബക്കാരെയോ ഒക്കെ ഇത് അരച്ച് തീറ്റിച്ചുകൂടെ? ജോസഫിനും അവൻ്റെ പൈശാചിക കുഞ്ഞമ്മയ്ക്കും പ്രാപ്തിയുണ്ടെങ്കിൽ ITV ന്യൂസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉടമ്പടി എടുപ്പിച്ച് പൂട്ടിക്കാമോ? ഹാക്കർമാർക്ക് കാശ് കൊടുത്ത് ചാനൽ ഹാക്ക് ചെയ്യുവാൻ ശ്രമിക്കരുത്. കൊട്ടേഷൻ ടീമിനെ വിട്ട് എനിക്കിട്ട് പണിയൊന്നും തരാനും നോക്കരുത്. നിന്റെ പൈശാചികേന്ദ്രത്തിൽ ഞാൻ നേരിട്ട് വന്ന് നിന്നെ കാണും. നിന്റെ സമയം വരുന്ന ഞായറാഴ്ച വരെയാണ്. ചാത്തൻ സേവക്കാരനായ കുർവാസനം ജോസഫിനും അവൻ്റെ കുർവാസനം കുഞ്ഞമ്മയ്ക്കും വിശുദ്ധ വേദപുസ്തകവുമായോ പരിശുദ്ധ കന്യകമറിയാമവുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി സമർത്ഥിക്കുന്ന പരമ്പരയുടെ 2ാം ഭാഗം ശ്രദ്ധയോടെ കേൾക്കുക. ഈ വീഡിയോ പ്രയോജനകരം എന്ന് തോന്നുന്നുവെങ്കിൽ കുർവാസന ബാധയേറ്റ മുണ്ണകൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കുറേ സർട്ടിഫൈഡ് മുണ്ണകൾ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. ഇനി ശ്രീ റോണിയുടെ വാക്കുകൾ കേൾക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ച വിഷയത്തിന്റെ 2ാം ഭാഗമായിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൃപാസനത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന പൈശാചിക ആരാധനയെക്കുറിച്ചും ഇതിൻ്റെ നിർമ്മാതാവായ കുർവാസനം ജോസഫിനെ കുറിച്ചും ഞാൻ സംസാരിക്കുകയുണ്ടായി. ഈ ജോസഫ് പാതിരിയാണ് പലരും ദൈവത്തെക്കാട്ടും വലിയ ദിവ്യ പുരുഷനായി കണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു വരുന്നതാണ് കുർവാസനം മാതാവ്. ഈ 2ാം ഭാഗത്തിനും ചില പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മാത്രമല്ല 1ാം ഭാഗത്തിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന ചില കമൻറ്റുകൾക്കുള്ള മറുപടി കൂടി ഈ 2ാം ഭാഗത്തിൽ ഞാൻ നൽകുന്നതാണ്. 1ാം ഭാഗത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുവാനായിട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ കോളായിട്ടോ അറിയിക്കണമെന്നുള്ളത്. ഏകദേശം 600-ന് മുകളിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടു. എന്നാൽ ഇതിൽ പകുതിയോളം കമൻറ്റുകൾ ഈ മെസ്സേജ് എന്താണെന്ന് കേൾക്കാതെ പിശാചിൻ്റെ ഏജൻ്റായ കുർവാസനം ജോസഫിൻ്റെ തല കാണുമ്പോൾ കമൻറ്റ് എഴുതാൻ ഇറങ്ങുന്ന കുർവാസനം ജോസഫിൻ്റെ സൈബർ കൊട്ടേഷൻ ടീമിൽ നിന്നാണെന്ന് മനസ്സിലായി. ജോസഫിൻ്റെ കുർവാസനത്തെപ്പറ്റി ആര് പറഞ്ഞാലും ജോസഫിൻ്റെ സൈബർ ഗുണ്ടകൾ ജോസഫിന് വേണ്ടിയിട്ട് തെറി പറഞ്ഞ് കമൻ്റ് എഴുതാൻ ഇറങ്ങും. ഈ ജോസഫിൻ്റെ ഈ സൈബർ ഗുണ്ടകളും ജോസഫ് ഒരുപോലാണ്. വിശുദ്ധ തിരുവചനം അവന്മാർ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ നേരെ ചൊവ്വേ കയ്യിലെടുത്ത് വായിക്കുകയോ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഈ ജോസഫിന് ഇവൻ്റെ ഗുണ്ടകൾക്കും അറിയാവുന്ന കുറച്ച് തെറികൾ മാത്രമാണ്. ഈ ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ പറഞ്ഞ് ദൈവാരാധന പോലെയാണ് ഇവർ ഈ തെറി പറഞ്ഞ് ഈ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കൃപാസനം എന്ന പേര് മാറ്റി വല്ല മൊണ്ണാസനം എന്നൊക്കെ ആക്കി മാറ്റുന്നതാണ് അതിനുചിതം. കാരണം മൊണ്ണകളെ സൃഷ്ടിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് ഇത്.
കൂടുതലും കമൻറ്റുകൾ ഞാൻ കണ്ടത് സ്ത്രീകളുടെ പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. ഇവളുമാരുടെ ഭാഷ വളരെ വിചിത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ചന്തയിലും ഷാപ്പിലൊന്നും ഇതുപോലത്തെ പദങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇവളുമാർ ഏത് മാതാവിനെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറുവാസനം മാതാവിന് ഗുണ്ടാപ്പണിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇവളുമാരൊക്കെ മാതാവിനോട് പറയുന്നത് ഇവന്മാരുടെ കാലെടുക്കണം, തലയെടുക്കണം, മുട്ടിലെഴയിക്കണം, കുറുവാസനത്തിൽ കൊണ്ടുവരണം, മാപ്പ് പറയിക്കണം, ഇവന്മാരെ കുറുവാസനം അടിമകളാക്കി മാറ്റണം. ഇതിൽ നിന്നൊക്കെ ഈ മാതാവിൻ്റെ നിലവാരമൊക്കെ നമുക്ക് മനസ്സിലായി. ഞാൻ ഈ സംസാരിക്കുന്നത് കുറുവാസനം പിശാചുക്കളോടാണെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല ഇതിലും വലിയ മാതാവിനെ നമ്മൾ വേളാങ്കണ്ണിയിലും മണർകാട്ടും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലത്തെയുള്ള ഭീഷണികളൊന്നും നമ്മുടെ അടുത്ത് ചിലവാകില്ല. ദൈവപുത്രന് ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ എന്നതിനപ്പുറം മറിയെ ദൈവമാക്കി അതിലൂടെ കാശുണ്ടാക്കി ജീവിക്കുന്ന പിശാചുക്കൾ യേശുവിന് യാതൊരു മഹത്വവും കൊടുക്കാതെ പൈശാചിക നേർച്ചകളും വഴിപാടുകളുമായിട്ട് ജീവിക്കുന്ന ഈ പിശാചുക്കളോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ലോഹയിട്ട് മാതാവിൻ്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നവരും വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന മോഷ്ടാക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് സമൂഹത്തിൽ എടുത്തു പറയാവുന്ന 3 കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ്. അതിലൊന്നാമത്തെ ഒരു ടീച്ചറാണ്. ഈ ടീച്ചർ പറഞ്ഞ സാക്ഷ്യം കേട്ടവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ജോസഫിൻ്റെ കൃപാസനത്തിലൂടെ അടവെച്ച് വിരിയിച്ചെടുക്കുന്ന ഇതുപോലത്തെ മൊണ്ണ ടീച്ചർമാരാണോ? ഇവിടുത്തെ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഇവരെങ്ങനെയൊരു ടീച്ചറായി? സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ടീച്ചറാകാൻ പറ്റുമോ? കൃപാസനം ജോസഫിൻ്റെ പത്രമേജൻ്റായിട്ടാണ് ഈ സ്ത്രീ പ്രവർത്തിക്കുന്നത്. കൃപാസനം ജോസഫിൻ്റെ ഈ പൈശാചിക കേന്ദ്രം പൂട്ടിയില്ല എങ്കിൽ കേരളത്തെ കുറഞ്ഞതൊരു 300 വർഷം പുറകോട്ടടിക്കും. കുട്ടികളെ പഠിപ്പിക്കുകയല്ല ഇതുപോലത്തെയുള്ള ടീച്ചർമാരുടെ പരിപാടി, അന്ധവിശ്വാസം നിറയ്ക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത് കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും? ഇത് സാക്ഷരത കേരളമാണോ? ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയില്ലാത്ത കൃപാസനം പത്രം ചമ്മന്തി അരച്ച് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചർമാരുടെ കാലഘട്ടമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ സാക്ഷരത കേരളം. ഇതാണ് ജോസഫിൻ്റെ കുറുവാസന കേരളം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ലജ്ജയില്ലേ നിങ്ങൾക്ക്? ലജ്ജ. രണ്ടാമതായി നിങ്ങൾ കണ്ടത് ആതുര സേവന രംഗത്ത് വന്ന ഒരു യുവ ഗൈനക്കോളജിസ്റ്റിനെയാണ്. ഇവിടെയും എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്, ഇവരെങ്ങനെ ഗൈനക്കോളജിസ്റ്റായി? ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മിനിമം ഒരു ഗൈനക്കോളജിസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ ഈ യുവ ഗൈനക്കോളജിസ്റ്റ് പറയുകയാണ്, ജോസഫിൻ്റെ ഉപ്പും ഉടമ്പടിയും എണ്ണയും കൊണ്ടാണ് ഈ ഗൈനക്കോളജിസ്റ്റ് കൺസീവ് ആയി എന്നുള്ളതാണ്. ഇതുപോലെ ഈ മൊണ്ണാസനം ജോസഫ് അടവെച്ച് വിരിയിച്ചിറക്കുന്ന ഗൈനക്കോളജിസ്റ്റുകളാണ് ഇന്ന് കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തലയ്ക്കകത്ത് വെളിച്ചമുള്ളവർ ചിന്തിച്ചു നോക്കുക, എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? എനിക്ക് ഈ ഗൈനക്കോളജിസ്റ്റിനോട് പറയാനുള്ളത്, ഈ ജോസഫിൻ്റെ എണ്ണയും ഉപ്പും വിൽക്കാൻ നടന്നാൽ പോരെ, എന്തിനാണ് ഈ ഗൈനക്കോളജിസ്റ്റായിട്ട് നടക്കാൻ പോകുന്നത്? ഉപ്പ് തിന്നും എണ്ണ തേച്ചും കുഞ്ഞുങ്ങളുണ്ടാകുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. അടുത്തത് നിങ്ങൾ കണ്ടത് ഒരു ബ്യൂറോക്രാറ്റ് എങ്ങനെ കൃപാസനം ഒന്നാസനത്തിലൂടെ വിരിയുന്നു എന്നുള്ളതാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ IPS, IFS, IAS എഴുതിയിട്ടുള്ളവർക്കറിയാം ഏതൊക്കെ എത്രയൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളതെന്നുള്ളത്. അതുപോലെ തന്നെ എന്തുമാത്രം കഷ്ടപ്പാടുകൾ ഈ പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് അവർ സഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി. പലരും വിശ്വസിക്കുന്നത് പോലെ ഇതത്ര ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷയല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2000-ലാണ് ഇതിൻ്റെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. 3 ഘട്ടമായിട്ടാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതിൽ പ്രിലിമിനറി തന്നെ 2 പേപ്പറുകളാണ്. പക്ഷേ ഈ മൊണ്ണാസനത്തിൽ പോയ ജോസഫിൻ്റെ ഉപ്പും ഉടമ്പടിയും കൊണ്ട് ഒരു IAS-കാരനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഈ IAS-കാരൻ്റെ പിതാവിൻ്റെ വാദം. ഇങ്ങനെ അന്ധവിശ്വാസത്തിലൂടെ വിരിയിച്ചെടുക്കപ്പെടുന്ന IAS-കാരുടെ സേവനമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ജോസഫിൻ്റെ മൊണ്ണാസനത്തിലോട്ട് പോകുന്ന പൈശാചിക കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പൈശാചിൻ്റെ ഏജൻ്റായ ജോസഫിനോട് പറയണം, ജോസഫിൻ്റെ ആ സോഡാ കുപ്പി പോലത്തെ കണ്ണട ഒന്ന് മാറ്റാനായിട്ട് ആ കണ്ണിൽ അവിടെ കിട്ടുന്ന പാട്ടയെണ്ണയും ഉപ്പും ഒക്കെ വാരി തേച്ച് ആ കണ്ണൊന്ന് സുഖമാക്കി ആദ്യം കാണിച്ച് ആ സോഡാ കുപ്പി പോലത്തെ ആ കണ്ണട എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി ജനത്തെ ഒന്ന് അത്ഭുതപ്പെടുത്താനായിട്ട്. ഈ മൊണ്ണാസനത്തിൽ പോകുന്ന പൈശാചിക കുഞ്ഞുങ്ങൾ പറയുന്നത് അവിടെ ചെന്നാൽ ഭയങ്കര മാറ്റമാണ് എന്നുള്ളതാണ്. പക്ഷേ ജോസഫിൻ്റെ സോഡാ കുപ്പി കണ്ണടയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചത് മറിയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ മാത്രമായിരുന്നു, ഒരു ദൈവമല്ലായിരുന്നു എന്നുള്ളതാണ്. അവരൊരു മനുഷ്യ സ്ത്രീ തന്നെയായിരുന്നു, അല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള ദൈവീകമായിട്ടുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ടോ അടയാളങ്ങൾ പ്രവർത്തിച്ചതായിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആരാധിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണെന്നോ ബൈബിൾ പറയുന്നില്ല. ചില ആൾക്കാർ ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വീഡിയോയുടെ അടിയിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചില കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ പറയുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയ നിത്യകന്യകയായിരുന്നു, യേശുവിനെ മാത്രമേ മറിയ ജന്മം നൽകിയിട്ടുള്ളൂ, മറിയയ്ക്ക് വേറെ മക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറിയയ്ക്ക് വേറെ മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തെളിയിക്കണം എന്നുള്ളതാണ് ചിലർ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, യേശുവിൻ്റെ അമ്മയെ നിത്യകന്യകയായിട്ട് ഇരുത്തേണ്ടത് ചില പാദ്രിമാരുടെയും ചില സഭകളുടെയും ആവശ്യമാണ്, കാശുണ്ടാക്കാനായിട്ട്. യേശുവിൻ്റെ അമ്മയ്ക്ക് മറ്റു മക്കൾ ഇല്ലായിരുന്നു എന്ന് വിശുദ്ധ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. യേശുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 55-56 വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മറിയയ്ക്ക് മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ, ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മുടെ കൂടില്ലയോ. ഇവിടെ നാം മനസ്സിലാക്കുന്നത് യേശുവിന് 4 സഹോദരന്മാരും 1-ൽ കൂടുതൽ സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറഞ്ഞത് 4 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നുവെന്നും അവർ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടി ഒരു മനസ്സോടെ പ്രാർത്ഥനയിൽ സ്ഥിരമായി കൂടി വന്നിരുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ പറ്റി സംസാരിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 46 മുതൽ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 31 മുതൽ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണുവാൻ വന്ന സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. ചില സഭകളും ചില വ്യക്തികളൊക്കെ വാദിക്കുന്നത് മറിയ നിത്യകന്യകയാണെന്നുള്ളതാണ്. പക്ഷേ ആ അവകാശവാദം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്തുവാണ് നാം അവിടെ മനസ്സിലാക്കുന്നത്? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ പ്രസവിക്കും വരെ അവൻ, ആരാണ് അവൻ? ജോസഫ്. അവളുമായി, അവളെന്ന് പറയുന്നത് മറിയ, ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. എവിടെ വരെയാണ്? യേശുവിനെ പ്രസവിക്കുന്നത് വരെ. അതായത് യേശുവിനെ പ്രസവിക്കുന്നതും വരെ മറിയ കന്യകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ യേശുവിനെ പ്രസവിക്കുന്നത് വരെ എന്ന് എഴുതാനുള്ള കാരണം. യേശുവിൻ്റെ പ്രസവത്തിന് ശേഷം മറിയയും യോസഫും സാധാരണ ദാമ്പത്യ ജീവിതം നയിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതുകൊണ്ടാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് യേശു ജനിക്കുന്നത് വരെ മറിയ കന്യകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവർ സാധാരണ ദാമ്പത്യ ജീവിതം നയിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവിടെ.
മാത്രമല്ല അതിനുശേഷം മറിയയ്ക്ക് മക്കള് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ സഹോദരന്മാരെ പറ്റി പറയുന്നതും അവരുടെ പേരുകൾ പറയുന്നതും സഹോദരിമാരെ പറ്റി പറയുന്നതും. അതല്ലെന്ന് തെളിയിക്കാനായിട്ട് യാതൊരു വാദവും ബൈബിളിലില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, യേശു ഒരിക്കൽ പോലും അമ്മ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ഉപയോഗിച്ച് മറിയെ അഭിസംബോധന ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. യേശു ഉപയോഗിച്ചത് സ്ത്രീയെ എന്നുള്ള പദമാണ്. ഒരുപാട് കള്ളപ്പാതിരിമാര് അവകാശപ്പെടുന്ന മറിയ യേശുവിനെ കൊണ്ട് വെള്ളം വീഞ്ഞാക്കി മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് മറിയോട് പറഞ്ഞാൽ മതി എന്തെങ്കിലും നടക്കണമെങ്കിൽ. സത്യം പറഞ്ഞാൽ ആ ഭാഗം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. മറിയ ഒരിക്കലും യേശുവിനോട് വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ ആജ്ഞാപിച്ചിട്ടില്ല. മറിയ യേശുവിനോട് ഒരു കാര്യം ധരിപ്പിച്ചു, അവിടെ വീഞ്ഞില്ല എന്നുള്ളത് മാത്രം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചു നോക്കുക. ഇവിടെ മറിയ യേശുവിനോട് നേരിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും യേശു അതിന് പ്രതികരിച്ചത് നമ്മൾ നോക്കേണ്ടതാണ്. യേശു അതിന് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അവിടെ യേശു അമ്മ എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല. മറ്റ് സ്ത്രീകളെ പോലെ ബഹുമാനത്തെ വിളിക്കുന്നതിൻ്റെ കൂട്ട് സ്ത്രീ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള ഭാഷയിൽ നമുക്ക് ശകലം ഇതായിട്ട് തോന്നുമെങ്കിലും അത് അങ്ങനല്ല. അത് ബഹുമാനപൂർവ്വം തന്നെയാണ് സ്ത്രീയെ എന്ന് വിളിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ അമ്മ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല യേശുവോട് പറയുന്നു, എൻ്റെ നാഴിക വന്നിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ മനുഷ്യന്റെ ആഗ്രഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ലെന്നുള്ളത് യേശുവിന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഓരോ പ്രവൃത്തി ദൈവത്തിൻ്റെ സമയത്തിലും സന്ദർഭത്തിലുമാണ് നടക്കേണ്ടതെന്നുള്ളത് മറിയെ അടക്കം അവിടെ നിൽക്കുന്നവരെ യേശുവിന് പഠിപ്പിക്കേണ്ടതാകുന്നു. അതുകൊണ്ടാണ് യേശു അങ്ങനെ തന്നെ സംസാരിച്ചതിൻ്റെ കാരണം. പിന്നീട് ഒരു സ്ഥലത്ത് പോലും ബൈബിളിൽ മറിയ പിന്നീട് യേശുവിനോട് ഒരു കാര്യം ധരിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അതിന് യേശു വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഒരു സ്ഥലത്ത് പോലും മറിയ ഒരു കാര്യം പോലും യേശുവിനോട് ധരിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ പൈശാചിക മൊണ്ണകളെല്ലാം കൂടി ഒരു പാവം പിടിച്ച സ്ത്രീയെ ദൈവമാക്കി അവതരിപ്പിച്ച് കുറെ കള്ളന്മാർ ഇറങ്ങും, എനിക്ക് അമ്മയുടെ പ്രത്യക്ഷതയുണ്ടായി, അമ്മൂമ്മയുടെ പ്രത്യക്ഷതയുണ്ടായി എന്നൊക്കെ പറഞ്ഞു. യേശു എവിടെയെങ്കിലും ഒരു ഉപദേശം നൽകിയിട്ടുണ്ടോ? എന്നോട് പ്രാർത്ഥിക്കാൻ എണ്ണ വേണം, ഉപ്പ് വേണം, ജോസഫിൻ്റെ ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയില്ലാത്ത കൃപാസനം പത്രം വേണം. എനിക്ക് പൈശാചിക മൊണ്ണകളോട് പറയാനുള്ളത്, നീയൊക്കെ വേദപുസ്തകം വായിക്കുകയില്ല, പക്ഷെ കൃപാസനം ജോസഫിൻ്റെ ടോയ്ലറ്റ് പേപ്പർ, കൃപാസനം പത്രം വായിക്കാൻ നീയൊക്കെ ഓടി നടക്കും. കാരണം വിശുദ്ധ തിരുവചനം വായിച്ച് നീയൊക്കെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസനം ജോസഫിന് പിന്നെ പണിയില്ലാതാകും. പിന്നെ ഈ പാട്ടെണ്ണയൊക്കെ വിളക്കിലൊഴിച്ച് കത്തിക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ ഗർഭം ധരിച്ച വയറും നീ കുടിച്ച മുലകളും അനുഗ്രഹിക്കപ്പെട്ടവയാണ്. അതിന് മറുപടിയായി യേശു പറഞ്ഞത് ഇതാണ്: എന്നാൽ ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവർ? ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് ശാരീരിക ബന്ധത്തെക്കാൾ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മ എന്നുള്ള ആ ബന്ധത്തെക്കാട്ടിലും യേശു പ്രാധാന്യം നൽകുന്നത് ആർക്കാണ്? ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ്. യേശുവിൻ്റെ അമ്മയായ മറിയ ബൈബിളിൽ പാപപരിഹാര ബലി നടത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കവിടെ കാണുവാൻ സാധിക്കും. ഇത് വ്യക്തമാക്കുന്നത് മറിയ മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോടൊരു കാര്യം പറയുന്നുണ്ട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാർ ആർ? തുടർന്ന് യേശു ചുറ്റുമിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ആരുടെ ഇഷ്ടം ചെയ്യുന്നവരാണ്? ദൈവത്തിൻ്റെ, അല്ലാതെ മറിയയുടെ അല്ല, അല്ലാതെ കുറുവാസനം ജോസഫിൻ്റെ അല്ല. യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കുന്ന പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് യേശു വില കൽപ്പിച്ചിട്ടുള്ളത്.
നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടാണോ ഈ നടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ബിംബങ്ങളെ ആരാധിക്കരുത്, പ്രതിമകൾ നിർമ്മിക്കരുതെന്ന് പറയുന്നിടത്ത് നിങ്ങൾ ബിംബങ്ങളും പ്രതിമകളും വെച്ച് ആരാധിക്കുന്നു. എന്നിട്ട് പലവിധ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ നേർച്ചകളും പൂജകളും ചെയ്യുന്നു. ഇതാണോ വിശുദ്ധ തിരുവചനം നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഒന്നിനും കൊള്ളാത്ത കുറച്ച് പാട്ടയെണ്ണയും കുറേ ഉപ്പും പിന്നെ തേനും, ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ ജോസഫ് വേണമെങ്കിൽ അമേദ്യം ഉണക്കി പൊടിച്ച് കുപ്പിയിലാക്കി കൊടുത്താലും അത് അമ്മയുടെ അമൃതാണെന്ന് പറഞ്ഞ് ഭക്ഷിക്കാൻ ഇറങ്ങുന്ന മൊണ്ണക്കുഞ്ഞുങ്ങളാണ് ജോസഫിൻ്റെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കുന്നത്. ബൈബിൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും യേശുവിൻ്റെ അമ്മയായ മറിയെ ആരാധിക്കുകയോ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയോട് പ്രാർത്ഥിക്കുകയോ അപേക്ഷകൾ ചെയ്യുകയോ ചെയ്തതായിട്ട് നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. വിശുദ്ധ തിരുവചനം അനുസരിച്ച് ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ വിലയേറിയ ജീവൻ നമുക്ക് വേണ്ടി നൽകിയ ആ യേശുവിലൂടെ, ആ മധ്യസ്ഥനിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ മറിയയിലൂടെയല്ല. പക്ഷെ ഇന്ന് ഇതുപോലെയുള്ള മൊണ്ണവിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ ആവശ്യമില്ല, കൃപാസനം ജോസഫും അല്ലെങ്കിൽ അവിടുത്തെ മാതാവും ഇവിടുത്തെ മാതാവേ ഉള്ളൂ. യേശുവിന് യാതൊരു പ്രാധാന്യമില്ല. അയാൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. പുത്രന് യാതൊരു പ്രാധാന്യവുമില്ല, അമ്മയ്ക്കാണ് പ്രാധാന്യം. എന്നാൽ പിന്നെ അമ്മയും കൊണ്ട് അങ്ങ് ഈ ലോകത്തെ വീണ്ടെടുത്താൽ പോരായിരുന്നു. പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വാക്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിലും രക്ഷയില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. യേശുവല്ലാതെ മറ്റൊരുത്തരിലും രക്ഷയില്ല, വേറൊരു നാമവുമില്ല രക്ഷപ്പെടാൻ. ഇത് ഞാനല്ല പറയുന്നത്, വിശുദ്ധ തിരുവചനമാണ്. അതുകൊണ്ട് കൃപാസനം ജോസഫിൻ്റെ എണ്ണയും ഉപ്പും വിഴുങ്ങി ചെവി അടഞ്ഞിരിക്കുന്നവരുടെ ചെവി ഏതെങ്കിലും കാലത്ത് തുറക്കുവാണെങ്കിൽ ആ ചെവി ഉള്ളവർ ആ സമയത്ത് കേൾക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.